ഹായ് ഹലോ നമുക്ക് പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണത് സെക്കൻഡ് ബർത്ത്ഡേക്കുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഇക്കൻ്റെ മോൾക്കുള്ള കേക്കായിരുന്നു. അവൾ ഓൾറെഡി നമുക്കൊരു മോഡൽ അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിങ്ക് കേക്ക്, പക്ഷേ അവർ തന്ന സെയിം എക്സാക്റ്റ് ഫ്ലവേഴ്സും കാര്യങ്ങളൊന്നും നമ്മളെടുത്തില്ലായിരുന്നു. നമ്മളെടുത്ത് ഉള്ളത് വെച്ച് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത്. കേക്ക് 1 kg കേക്കായിരുന്നു, ബ്ലാക്ക് ഫോറസ്റ്റ്. അത് നമ്മളൊരു സ്ക്രൈപ്പർ യൂസ് ചെയ്തിട്ട് വേവ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബോൾസും ടോപ്പറും ബട്ടർഫ്ലൈസൊക്കെ വെച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മോളുടെ നെയിം നമ്മൾ ഫോണ്ടൻറ്റിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതങ്ങനെ നമ്മൾ അവിടേക്ക് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഒരു ആനിവേഴ്സറി കേക്കാണ്. സിമ്പിളായിട്ടുള്ള കേക്കാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോട്ടോ. അപ്പോൾ അതും നമ്മൾ മുകളിലായിട്ട് 2 ടോപ്പർ, ഇത് എഡിബിൾ അല്ല കേട്ടോ, അതങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഒരു എൻഗേജ്മെൻറ്റിനുള്ള കേക്കാണ് കേട്ടോ. ഇത് എൻഗേജ്മെൻറ്റിന് അവരെ ഫങ്ഷനിൽ വരുന്നവർക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുള്ള കേക്കാണ്. അപ്പോൾ നമ്മളെടുത്ത് 2.5 കിലോ കേക്കാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നമ്മളെടുത്ത് മാക്സിമം എത്ര പീസ് കിട്ടുന്നുണ്ടോ അങ്ങനെ നമ്മളെടുത്ത് സൈസിൽ കട്ട് ചെയ്യാനാണ് പറഞ്ഞത്. എത്ര എണ്ണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത്യാവശ്യം എത്ര ചെറുതാക്കി ചെയ്യാൻ പറ്റണോ അങ്ങനെ നമ്മളെടുത്ത് സൈസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് തരാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2.5 കിലോ കേക്കാണ്. ഞാനിത് 3 കിലോ ചെയ്യുന്ന ബേസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മാക്സിമം പരത്തി ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് പീസാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഇത് ടോട്ടൽ 64 പീസാക്കിയിട്ടുണ്ട്. 2 സൈഡിലും 8 രീതിക്ക് നമ്മൾ 64 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അവർ വരുന്നവർക്ക് വീട്ടിൽ ഫങ്ഷനൊക്കെ വരുന്ന ആൾക്കാർക്ക് എടുത്തു കൊടുക്കാനും പിന്നെ അവർ ഗ്രൂമിനും ബ്രൈഡിനുമായിട്ട് കട്ട് ചെയ്യാൻ വേറൊരു കേക്കുണ്ട് കേട്ടോ. അങ്ങനെ 2 കേക്കിനാണ് ഓർഡർ തന്നിട്ടുള്ളത്. ഇത് നമ്മളെ ശാരിക ടീച്ചർക്കുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇത് ഓട്ടോയിൽ കൊടുത്തയക്കുകയാണ്. കേക്ക് നമ്മൾ പീസാക്കിയിട്ട് അപ്പോൾ നമ്മൾ ഡിസൈനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇതേപോലെ തന്നെ വെച്ചു. ഇനി നമ്മൾ അവരെ എൻഗേജ്മെൻറ്റിൻ്റെ മറ്റേ കേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി ക്രീം വെച്ചിട്ട് മുകളിലായിട്ട് ഞാൻ ജസ്റ്റ് ഓരോ ഡോട്ട്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ സെറ്റാക്കി. ഇനി അവരെ എൻഗേജ്മെൻറ്റിൻ്റെ കേക്ക് ഇതാണ് കേട്ടോ. ഈ ഒരു കേക്ക് 1 kg കേക്കാണ് ഓർഡർ ഉള്ളത്. താഴെ നമ്മൾ ഡമ്മി യൂസ് ചെയ്യണം, അങ്ങനെയാണ് കേട്ടോ. 2 ടയർ കേക്കാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് ഒറിജിനൽ കേക്കാണ്. ഞാനിത് 6 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. 5 ലെയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സ്പഞ്ച് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളുടെ ഡ്രസ്സ് വൈറ്റ് റോസ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആ 2 കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മളടുത്ത് കേക്ക് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഡമ്മി യൂസ് ചെയ്യുന്നത് കാണാം. താഴെയുള്ള കേക്ക് 8 ഇഞ്ചിൻ്റെ ഡമ്മിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഷോപ്പിൽ റെഡിമെയ്ഡ് മേടിച്ചതാണ് കേട്ടോ. അത് അത്യാവശ്യം ഹൈറ്റുള്ള ബോക്സ് ഡമ്മിയായിരുന്നു കേട്ടോ. 5 ഇഞ്ച് ഹൈറ്റ് വരുന്ന ഡമ്മിയാണേ. അപ്പോൾ അത് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മളിത് ഡമ്മി തെർമോക്കോൾ ആയതുകൊണ്ട് വെയിറ്റ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഫ്രോസ്റ്റ് ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. കാരണം അത് നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ അത് അങ്ങോട്ട് തെന്നി മാറിപ്പോവും. അപ്പോൾ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ മുകളിൽ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടുള്ളത്. നമ്മൾ നല്ല വെയിറ്റുള്ള ടേൺ ടേബിളാണ്, നല്ല റേറ്റിലൊക്കെ മേടിക്കുന്ന ടേൺ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നോർമൽ ടേൺ ടേബിളാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ സൈഡിൽ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഇനി നമ്മൾ മുകളിലായിട്ടും ക്രീം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് ഡമ്മിയാണെന്നൊന്നും മനസ്സിലാവില്ലല്ലോ. അതേപോലെ നോർമൽ കേക്കിൽ ചെയ്യണ അതേപോലെ തന്നെ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിത് 2 വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫൈനൽ വർക്ക് ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ ചെയ്യണത്. ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കിടന്നിട്ട് ബാക്കി ഡെലിവറിയുടെ കുറച്ച് മുന്നേ ഒരു 1 hour മുന്നെയാണ് നമ്മൾ സ്റ്റാക്കിങ്ങും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡമ്മി ചെയ്യുമ്പോൾ നല്ല ടെൻഷനാണ് കേട്ടോ. കാരണം ഡെലിവറി ചെയ്യുമ്പോൾ മുകളിലാണല്ലോ വെയിറ്റ് ഉള്ളത്, താഴെ വെയിറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഓട്ടോയിലൊക്കെ അയക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ വെയിറ്റ് മുകളിലായതുകൊണ്ട് പെട്ടെന്ന് ബോക്സ് ചെരിയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ, മുന്നോട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല സേഫായിട്ട് തന്നെ എത്തിക്കണം കേട്ടോ. ഈ ഒരു കേക്കിൽ ഞാൻ പറഞ്ഞല്ലോ റോസ് വൈറ്റ് തീമിലാണ് കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ 2 ലൈറ്റ് കളറും ഡാർക്ക് കളറും യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് കേട്ടോ അവർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഡാർക്ക് റോസ് ഒന്നും നമ്മളടുത്ത് കിട്ടിയിട്ടില്ല. ഏകദേശം ഈ ഒരു കളറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഡെലിവറിയുടെ തൊട്ട് മുന്നെയാണ് ഈ ഒരു കളർ ചെയ്തിട്ടുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കളർ ഒന്നും കൂടി നേരത്തെ ചെയ്യണമെങ്കിൽ അബ്സോർബായിട്ട് ഒന്നും കൂടി ലൈറ്റ് കളറാവും കേട്ടോ.
അപ്പോൾ ഒന്നും കൂടി ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതിന് തൊട്ട് മുന്നെയാണ് കേട്ടോ ചെയ്തത്. ഇനി ഈ ഒരു കേക്ക് നമ്മൾ സ്റ്റേക്ക് ചെയ്യാണ്. താഴെ ഡമ്മിയാണല്ലോ, അപ്പോൾ നല്ല പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു സ്റ്റിക്കൊക്കെ ഇറക്കി കൊടുക്കാൻ. അപ്പോൾ ഞാൻ 3 സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളും വെക്കാം. നല്ല കറക്റ്റ് നല്ല റോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ഡാർക്ക് റോസ് കളറിൽ നമ്മളെടുത്ത് ഫ്ലവേഴ്സ് കിട്ടിയിട്ടില്ല കേട്ടോ ഷോപ്പിൽ. പിങ്ക് കളർ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരൊറ്റ ഈ ഫ്ലവേഴ്സും അവരുടെ ഡ്രസ്സും നല്ല മാച്ച് ഉണ്ടായിരുന്നു. പക്ഷേ അത് സൈസ് നല്ല വലുതായിട്ടോ കിട്ടിയത്. എന്നാലും നമ്മളത് വെച്ചിട്ടാണ് കേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കൊണ്ടുപോയതിന് ശേഷം എനിക്ക് തോന്നി അതൊന്ന് ചെറുതാക്കായിരുന്നു, ഇല്ലെങ്കിൽ ടാപ്പൊക്കെ ചുറ്റിയിട്ടൊന്ന് സെറ്റാക്കാമെന്ന് തോന്നി. പിന്നെ നമ്മൾ എൻഗേജ്ഡ് എന്നുള്ള ടോപ്പറും പിന്നെ ഗോൾഡൻ ഫോയിലൊക്കെ വെച്ചിട്ട് കേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്.